നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. മൈസെൽഫ് ആനി സ്മിത്ത്. ഇന്ന് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന യൂണിറ്റിന്റെ റിവിഷനും മൈൻഡ് മാപ്പിംഗുമാണ് ചെയ്യാൻ പോകുന്നത്. കെമിക്കൽ കൈനറ്റിക്സ്, റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പിംഗ്. കെമിക്കൽ കൈനറ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമായിരുന്നു? കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡിനെ കുറിച്ചുള്ള പഠനമായിരുന്നു, അല്ലേ? കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസിന്റെ റേറ്റ്. എങ്ങനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് പറയുന്നത്? ബേസ്ഡ് ഓൺ ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഐദർ ദി റിയാക്ടൻസ് ഓർ ദി പ്രോഡക്ട്സ് ഡ്യൂറിങ് എ സർട്ടൻ ടൈം ഇൻ്റർവെൽ. ഒരു സർട്ടൻ ടൈം ഇൻ്റർവെല്ലിൽ റിയാക്ടൻസിന്റെ അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് രണ്ട് തരത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നെങ്കിൽ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് കണ്ടുപിടിക്കും, രണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ. എന്നിട്ട് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് റേറ്റ് കിട്ടും, ആവറേജ് റേറ്റ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് നമുക്കൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് കിട്ടുക. കാര്യം എന്താണ്? റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ടൈം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? പ്രോഡക്ട്സ് ഫോം ചെയ്യല്ലേ, അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു -1 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം റിയാക്റ്റൻസിൻ്റെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണുന്നത്. ക്ലിയർ ആയല്ലോ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ആ കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യണം? കർവിൽ നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്യും. ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കും. എന്നിട്ട് dx/dt എന്നുള്ള ഒരു ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി എടുക്കും. ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് ആണെങ്കിൽ അത് -dr/dt എന്നാണ് നമുക്ക് കിട്ടുക, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇനി പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് ആണെങ്കിൽ ദി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വിൽ ബി ഈക്വൽ ടു dp/dt. ഒരു കെമിക്കൽ റിയാക്ഷനിലെ പ്രോഡക്ട്സിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും കോഎഫിഷ്യൻസ് യൂണിറ്റി അല്ല എന്നുണ്ടെങ്കിൽ റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ 2HI giving H2 plus I2 rate is equal to -1/2 delta molar concentration of HI divided by delta T is equal to molar concentration of H2 by delta T is equal to delta molar concentration of I2 divided by delta T. അപ്പോൾ ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ നമ്മൾ റെസിപ്രോക്കലായിട്ട് എഴുതും. 1/2 എന്നുള്ളത് 1/2 എന്ന് എഴുതും. പിന്നീട് നമ്മൾ പഠിച്ചത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റിയാക്ഷൻ്റെ റേറ്റ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം തന്നെ കോൺസെൻട്രേഷൻ. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിൽ നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ. ഓർമ്മയുണ്ടോ റേറ്റ് ലോ എക്സ്പ്രഷനും റേറ്റ് കോൺസ്റ്റൻറ്റും ഒക്കെ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് എയും ബിയും ആണെന്ന് വിചാരിക്കുക. റിയാക്റ്റൻസ് എ ആൻഡ് ബി. ആ പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രഷനെ റേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു molar concentration of A raised to X into molar concentration of B raised to Y എന്ന രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ പറയുന്നതാണ് റേറ്റ് ലോ. കാണിച്ചു തരാം. A into A plus B into B giving C into C plus D into D. Rate can be written as
a constant K into molar concentration of A raised to X into molar concentration of B raised to Y. ഇവിടെ സ്മോൾ എ സ്മോൾ ബി എന്നുള്ളത് എയുടെയും ബിയുടെയും സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഇവിടെ റേറ്റ് എക്സ്പ്രഷനിൽ നമ്മൾ എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്നുള്ള രണ്ട് പവേഴ്സ് കണ്ടു. ആ പവേഴ്സ് ആ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസിന് തുല്യമാകാം, ആകാതെയും ഇരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ, representing the rate in terms of molar concentration of the reactants alone. അടുത്തത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഓർഡർ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോൾ നമ്മൾ നേരത്തെ റേറ്റ് ലോ എക്സ്പ്രഷൻ കണ്ടു. റേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ അല്ലേ? ആ കെ എന്ന് പറയുന്നതിൻ്റെ പേരെന്താണ്? കോൺസ്റ്റൻ്റെ പേര് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് ആ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവേഴ്സിനെ നോക്കാം. എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ, ആ രണ്ട് പവേഴ്സില്ലേ എക്സും വൈയും, ആ പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ? ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് ദി സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ഇൻ ദി റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനിലെ റിയാക്ടൻ ടേംസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവേഴ്സിൻ്റെ സമ്മാണ് എന്ത്? ഓർഡർ. അപ്പോൾ എക്സ് പ്ലസ് വൈ ആണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഇനി ഓർഡറിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസിൻ്റെ ഓർഡറൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. നിങ്ങൾ നോക്കിക്കോളുക. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് മോളിക്കുലാരിറ്റിയിലേക്ക് പോവാം. എലമെൻ്ററി ഓർ സിമ്പിൾ റിയാക്ഷൻസ് ആൻഡ് കോംപ്ലെക്സ് റിയാക്ഷൻസ്. എലമെൻ്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത് റിയാക്ഷൻസ് ആണ്? കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. സിംഗിൾ സ്റ്റെപ്പിലല്ല മിക്കവാറും റിയാക്ഷൻസ് നടക്കുന്നത്. ഒരു സിംഗിൾ സ്റ്റെപ്പിനെയാണ് നമ്മൾ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. കോംപ്ലെക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്സിലൂടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ് ഇസ് റെഫേർഡ് ടു ആസ് എ കോംപ്ലെക്സ് റിയാക്ഷൻ. കുറേ എലമെൻ്ററി സ്റ്റെപ്സ് ചേർന്നിട്ടാണ് ഒരു കോംപ്ലെക്സ് റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് മോളിക്കുലാരിറ്റിയിലേക്ക് പോവാം. വാട്ട് ഇസ് മെന്റ് ബൈ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ? മോളിക്കുലാരിറ്റി റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് അണ്ടർഗോ collisions, effective collisions to result in product. മനസ്സിലായോ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂൾസ്, റിയാക്ടൻ്റ് മോളിക്യൂൾസ് എത്ര എണ്ണം ഇഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ഈ ഇഫക്റ്റീവ് കൊളിഷൻസ് എന്ന് പറയുമ്പോൾ കൊളിഷൻസ് ഷുഡ് റിസൾട്ട് ഇൻ പ്രോഡക്ട്സ്. പ്രോഡക്റ്റായിട്ട് മാറാൻ എത്ര റിയാക്ടൻ്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം, ആ എണ്ണത്തെയാണ്, മോളിക്യൂൾസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തതാണ്. ഓർഡർ സീറോ ഓർഡർ ആവാം, ഫ്രാക്ഷൻ ഓർഡർ ആവാം. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്, അത് ഫ്രാക്ഷൻസ് ഒന്നും ആകാൻ പാടില്ല. അങ്ങനെ കുറേ ഡിഫറൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്താണെന്ന് ഓർത്ത് നോക്കിയേ. ഒരു കോംപ്ലെക്സ് റിയാക്ഷനിൽ അനേകം സ്റ്റെപ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അനേകം സ്റ്റെപ്സിൽ ഏത് സ്റ്റെപ്പാണ് ഈ പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ കോംപ്ലെക്സ് റിയാക്ഷൻ ഇസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷന് ആക്ടിവേഷൻ എനർജി വേണം അല്ലേ? അപ്പോൾ വേണ്ടുന്ന ആക്ടിവേഷൻ എനർജിയുടെ അളവ് കുറയ്ക്കുകയാണ് നമ്മുടെ കാറ്റലിസ്റ്റ് ചെയ്യുന്നത്.
അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുമ്പോൾ ദി റേറ്റ് ഓർ സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ ഇൻക്രീസസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എന്താണ്? ഓരോ സമയവും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ ഓരോ ഓർഡർ ഓഫ് റിയാക്ഷൻ്റെയും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റേറ്റ് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പഠിച്ചിരുന്നു. 0 ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കിക്കോളൂ. K is equal to R0, that is initial concentration minus final concentration divided by T. ഇതാണ് ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. 0 ഓർഡർ റിയാക്ഷൻ്റെ മീനിങ് എന്താണ് സത്യത്തിൽ? റേറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി റിയാക്ടൻറ്റ് കോൺസെൻട്രേഷൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആരായിരിക്കും? കാറ്റലിറ്റിക് സർഫസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം. അങ്ങനെയുള്ള കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, മെറ്റൽ സർഫസുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അവർ റിയാക്ടൻറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലേ? അപ്പോൾ സച്ച് റിയാക്ഷൻസ് ആർ എക്സാമ്പിൾസ് ഫോർ 0 ഓർഡർ റിയാക്ഷൻസ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K is equal to 2.303 by T log R0 by R. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. K is equal to rate constant, K is equal to 2.303 by T. T എന്ന് പറയുന്നത് ടൈമാണ്. log R0 initial concentration of the reactant divided by final concentration of the reactant. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ഓർമ്മയുണ്ടാവും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും കെമിക്കൽ റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റിയാക്ടൻറ്റ് കോൺസെൻട്രേഷൻ പകുതി ആയിട്ട് മാറാൻ, കോൺസെൻട്രേഷൻ ഹാഫായിട്ട് മാറാൻ എടുക്കുന്ന സമയം. ഇപ്പോൾ 100 ഗ്രാം റിയാക്ടൻ്റ് ഉണ്ടെങ്കിൽ അത് 50 ഗ്രാം ആയിട്ട് കുറയാൻ എടുക്കുന്ന സമയം. അതാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ 0 ഓർഡർ റിയാക്ഷൻ T half is equal to R0 by 2K. Half life of a 0 order reaction T half. T half എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാഫ് ലൈഫിനെ. R0 by 2K. Half life for a first order reaction T half is equal to 0.693 by K. ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ദിസ് T half, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T half റിയാക്ടൻ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്തായിരുന്നു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? സ്യൂഡോ മീൻസ് ഫാൾസ്. 2 റിയാക്ടൻസ് ഉണ്ട്, പക്ഷേ അതിൽ ഒരു റിയാക്ടൻ്റ് എന്ന് പറയുന്നത് ലാർജ് എക്സസ് പ്രസൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ സോൾവെൻറ്റ് ഫോർ എക്സാമ്പിൾ എസ്റ്റർ ഹൈഡ്രോളിസിസിലൊക്കെ വാട്ടർ വിൽ ബി പ്രസൻറ്റ് ഇൻ ലാർജ് എക്സസ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ റേറ്റ് ആരുടെ കോൺസെൻട്രേഷന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആരാണോ കുറച്ച് എമൗണ്ടിലുള്ളത്. ഇപ്പോൾ എസ്റ്റർ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ എസ്റ്റർ വിൽ ബി പ്രസൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. അയാളുടെ കോൺസെൻട്രേഷന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയാം.
the rate will be depending only on the reactant which is present in smaller quantity, because the other is present in large excess. ലാർജ് എക്സസിലാണ് അത് എത്ര ഉണ്ടെങ്കിലും എത്ര നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നാലും കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വിൽ നോട്ട് ബി എഫക്റ്റഡ്. ഓക്കെ, സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ഇനി ടെമ്പറേച്ചർ എങ്ങനെയാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിക്കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഓൾമോസ്റ്റ് ഡബിൾഡ്. ഈ ഒരു ഒബ്സർവേഷൻ്റെ ബലത്തിൽ അരീനിയസ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. അരീനിയസ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ? K is equal to A into e raised to minus EA by RT. Arrhenius equation K is equal to A into e raised to minus EA by RT. ഇവിടെ K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A is Arrhenius factor അല്ലെങ്കിൽ frequency factor. E raised to minus EA. EA is activation energy. R gas constant ആണ്. T absolute temperature ആണ്. Arrhenius equation explain ചെയ്തപ്പോൾ ടീച്ചർ മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. മോസ്റ്റ് പ്രൊബബിൾ കൈനറ്റിക് എനർജി. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ആക്ടിവേഷൻ എനർജി ഓൾമോസ്റ്റ് ഡബിൾസ്. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഡബിൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മോസ്റ്റ് പ്രൊബബിൾ കൈനറ്റിക് എനർജിയും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം. മോസ്റ്റ് പ്രൊബബിൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് മിക്സ്ചർ. നമ്മൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ മിക്സ്ചറിനെ ആയിരിക്കുമല്ലോ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആ റിയാക്ഷൻ മിക്സ്ചറിൽ മോസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസും പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ് നമ്മൾ മോസ്റ്റ് പ്രൊബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള റേറ്റ് കോൺസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്ന അരീനിയസ് ഇക്വേഷൻ്റെ ഫോം ടീച്ചർ ഇപ്പോൾ എഴുതാൻ പോവാണ്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ലോഗ് K2 by K1 is equal to EA by 2.303 R into 1 by T1 minus 1 by T2. ഇതാണ് ഇക്വേഷൻ. K2 K1. K2 എന്നുള്ളത് T2 എന്ന ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ്. K1 എന്ന് പറയുന്നത് T1 എന്ന ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ്. EA എന്താണ്? ആക്ടിവേഷൻ എനർജി. R is gas constant. മനസ്സിലായല്ലോ? ലാസ്റ്റ് ടോപ്പിക് ഇസ് കൊലിഷൻ തിയറി. കൊലിഷൻ തിയറി അരീനിയസ് ഇക്വേഷൻ്റെ ഒരു മോഡിഫൈഡ് ആസ്പെക്റ്റ് ആണ്. കൊലിഷൻ തിയറി പ്രകാരം റേറ്റ് ഇക്വേഷൻ ഇതാണ്. റേറ്റ് is equal to ZAB into e raised to minus EA by RT. So that is ZAB into e raised to minus EA by RT. ഇത് അരീനിയസ് ഇക്വേഷനോട് സിമിലർ ആണ് അല്ലേ? അരീനിയസ് ഇക്വേഷനിൽ എക്ക് പകരം അരീനിയസ് ഫാക്ടറിന് പകരം നമ്മളിവിടെ ZAB ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ZAB എന്ന് പറഞ്ഞാൽ കൊലിഷൻ ഫ്രീക്വൻസി ആണ്. എ ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയാക്ടൻറ്റ് മോളിക്യൂൾസ് എ ആൻഡ് ബി. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്കിടയിൽ നടക്കുന്ന കൊലിഷൻസ്, അതാണ് കൊലിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് കൊലിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി റിയാക്ഷൻ മിക്സ്ചർ, അതാണ് കൊലിഷൻ ഫ്രീക്വൻസി. അപ്പോൾ ഇഫക്റ്റീവ് കൊലിഷൻസ് നടന്നാൽ മാത്രമാണ് പ്രോഡക്ട്സിൽ അവസാനിക്കുന്നത് അല്ലേ? പ്രോഡക്ട്സ് ഉണ്ടാവണമെങ്കിൽ ഇഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യണം. പ്രോഡക്ട്സ് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കൊലിഷൻസിനെ ഇഫക്റ്റീവ് കൊലിഷൻസ് എന്ന് പറയില്ല. അപ്പോൾ ഇഫക്റ്റീവ് കൊലിഷൻസ് ആർ നെസസറി ഫോർ കെമിക്കൽ റിയാക്ഷൻ ടു ടേക്ക് പ്ലേസ് എന്നാണ് ഈ കൊലിഷൻ തിയറി പറഞ്ഞു വന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതിനോട് ചേർത്ത് വേറൊരു കാര്യം കൂടെ, മോഡിഫിക്കേഷനും കൂടെ വരുത്തി. ഇപ്പോൾ ഇഫക്റ്റീവ് കൊലിഷൻസ് ഉണ്ടാകണമെങ്കിൽ വേറൊരു കാര്യം വേണം.
പ്രോപ്പർ ഓറിയൻറ്റേഷൻ. പ്രോപ്പർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ചാർജുള്ള രണ്ട് സ്പീഷീസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ എളുപ്പമാണോ? രണ്ടുപേരും അടുത്തടുത്ത് വരുമ്പോൾ അവർ റിപ്പൽ ചെയ്ത് പോകും അല്ലേ? ഇപ്പോൾ രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്ത് വരുമ്പോൾ അവർ റിപ്പൽ ചെയ്യും. അതുപോലെ രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വരുമ്പോൾ അവർ റിപ്പൽ ചെയ്ത് പോകും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ മറ്റൊരു ന്യൂക്ലിയോഫൈലിനെ അല്ലെങ്കിൽ മറ്റൊരു ഇലക്ട്രോഫൈലിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് നടക്കില്ല? കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഒരു ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും. അറ്റാക്ക് ചെയ്യാൻ വരുന്ന ന്യൂക്ലിയോഫൈൽ ഈ കെമിക്കൽ റിയാക്റ്റൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ബാക്ക്വേർഡ് ഡയറക്ഷനിലൂടെയാണ്. കാരണം ഇതിൽ ഓൾറെഡി ഉള്ള ന്യൂക്ലിയോഫൈലിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ കൊലിഷൻ നടക്കില്ല, കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. സോ ദി കമ്മിങ് റിയേജൻറ്റ്, ദി അറ്റാക്കിംഗ് റിയേജൻറ്റ് ഷുഡ് കം ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇഫക്റ്റീവ് കൊലിഷൻസ് ടു ഒക്കർ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതും കൂടെ, ആ ഫാക്ടറും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പുതിയ കൊലിഷൻ തിയറി മോഡിഫൈ ചെയ്തത്. പ്രോപ്പർ ഓറിയൻറ്റേഷൻ്റെ ഫാക്ടറും കൂടെ ചേർത്തിട്ടുള്ള പുതിയ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. റേറ്റ് is equal to P into ZAB into e raised to minus EA by RT. ഉണ്ടോ? P എന്നൊരു ഫാക്ടർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പ്രൊബബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റെറിക് ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. എന്തിനുള്ള കോൺട്രിബ്യൂഷനാണത്? പ്രോപ്പർ ഓറിയൻറ്റേഷനുള്ള കോൺട്രിബ്യൂഷനാണ്. ZAB എന്താണ്? കൊലിഷൻ ഫ്രീക്വൻസി. EA ആറും ടിയും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഈ കൊലിഷൻ തിയറി എന്ന് പറയുന്നതും കംപ്ലീറ്റ് അല്ല. അതിൽ കുറേ അസംഷൻസ് ഉണ്ട്. ആറ്റംസിനെയും മോളിക്യൂൾസിനെയൊക്കെ നമ്മൾ ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ട് അസ്യൂം ചെയ്തേക്കാണ്. മനസ്സിലായോ? അതുകൂടാതെ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും ഈ കൊലിഷൻ തിയറിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ഡ്രോബാക്സ് ഉണ്ട് ഈ കൊലിഷൻ തിയറിയിൽ. മോഡിഫിക്കേഷൻസ് ആയിട്ടുള്ള വേറെ തിയറീസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ആയിട്ടുള്ള കൊലിഷൻ തിയറിയിൽ നമ്മൾ പ്രൊബബിലിറ്റി ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. കെമിക്കൽ കൈനറ്റിക്സിൽ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സോളിഡ് സ്റ്റേറ്റിൻ്റെയും സൊല്യൂഷൻസിൻ്റെയും കൂടെ റിവിഷൻ ടീച്ചർ ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞാൽ ആദ്യത്തെ 5 യൂണിറ്റ്സിൻ്റെ 60 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്ന ആ എക്സാമിനേഷന് തൊട്ട് മുൻപുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യും. ഇനി ഈ എക്സാം എഴുതി വാല്യൂ ചെയ്ത് കിട്ടണം എന്നുള്ളവർ ഗൂഗിൾ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്കിലേക്ക് അപ്ലോഡ് ചെയ്യുക, ഞാനത് വാല്യൂ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.